ഹലോ, ഗുഡ് മോർണിംഗ്. അതിമനോഹരമായ ഒരു സൂര്യ ഉദയം കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് സൂറത്തിൽ സ്റ്റേ ചെയ്തു. ഇന്നലെ രാത്രി കുറച്ച് വൈകി എത്തിയപ്പോൾ നന്ദിഗ്രാമിൽ നമ്മൾ ജൈന ടെമ്പിളൊക്കെ കണ്ട് ഇന്നലെ രാത്രി സൂറത്തിൽ 10-10:30 ആയപ്പോൾ ഞങ്ങൾ എത്തി. കയറി കിടന്ന് നന്നായിട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് സൂര്യോദയം കണ്ടു. ഇനി ഇവിടെ നമ്മൾ നേരെ വഡോദരയിലോട്ട് പോവുകയാണ്. അപ്പോൾ യാത്രയിൽ ഞാൻ ഡീറ്റെയിൽ പറയാം. ഞങ്ങളങ്ങനെ സൂറത്തിൽ അധികം കാണാനോ അല്ലെങ്കിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനോ നിന്നില്ല. കാരണം രാജസ്ഥാൻ ആണ് ഞങ്ങളുടെ ലക്ഷ്യം. രാജസ്ഥാനിൽ കുറച്ച് നാൾ നിൽക്കണം, നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിലാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ എന്താ പറയുക, അതിമനോഹരമായ റോഡാണ്, നല്ല യാത്രയാണ്, സുഖകരമായിട്ടുള്ള യാത്ര. ഹലോ, നമ്മൾ ഇന്നലെ മുംബൈയിൽ നിന്ന് ഗോരേഗാവിൽ നിന്ന് വരുന്ന വഴിക്ക് നന്ദിഗ്രാമിൽ കയറി തൊഴുതു. മനോഹരമായ ആ ക്ഷേത്രത്തിനുള്ളിൽ അല്പനേരം ഇരിക്കാൻ കഴിഞ്ഞു. ശേഷം ഞങ്ങൾ ഇന്ന് രാവിലെ തിരിച്ച് പോകുന്ന വഴിക്ക് കഴിഞ്ഞ് ഇവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും ഞങ്ങൾ നോർമൽ ഇങ്ങനെ ജലന്ധർ ഇങ്ങനെ നിർത്തി പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് എവിടെയാണോ സേഫ് എന്ന് തോന്നുന്ന സ്ഥലത്ത് വണ്ടി നിർത്തി അവിടെ ഹോട്ടൽ നോക്കി അവിടെ തങ്ങിയിട്ട് പോവാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതി. കാരണം ഒരു 8 മണിക്കൂർ ഇന്നലെ 8-9 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ രാവിലെ സൂറത്തിൽ നിന്ന് തിരിച്ചിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ലിലോറ എന്ന് പറഞ്ഞിട്ട് വഡോദരയിലുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. വഡോദര ഹോട്ടൽ ദർശൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് കൊണ്ട് ഞങ്ങൾ സൈഡിലായിട്ട് നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ വിചാരിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ വാങ്ങിയിട്ട് പോകുന്ന വഴി കഴിച്ച് പോകാം എന്നുള്ളൊരു നിലപാടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിമനോഹരമായ റോഡും കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഈ വാഹനത്തിൽ ഇങ്ങനെ എന്താ പറയുക, ഹോണ്ട ഏവിയേറ്ററിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വണ്ടികളിങ്ങനെ കയറി വരുമ്പോൾ അപ്പം മാത്രമേ ഉള്ളൂ ഞാൻ ആലോചിക്കും, എൻ്റെ വലിയ വാഹനം വരുമ്പോൾ ഈ വണ്ടി ലാത്തുന്നുണ്ടോ എന്ന്. കുഴപ്പമില്ല, വളരെ എന്താ പറയുക, ഞാൻ ഈ ട്രിപ്പ് നന്നായിട്ട് എൻജോയ് ചെയ്താണ് ഞാനിപ്പോൾ പോകുന്നത്. ഇപ്പം നമ്മൾ രാജസ്ഥാനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൻ്റെ വലത് സൈഡിലായിട്ട് നോക്കിയാൽ എന്ത് ഭംഗിയുള്ള കുന്നാണല്ലേ. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, ഏതൊക്കെയോ മൂവിയിലോ എന്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു വിഷുവിൻ്റെ. ഇത് ഗുജറാത്ത്. ഇവിടെ കുറച്ച് പശുക്കൾക്ക് ചേട്ടൻ ചപ്പാത്തി കൊടുക്കുന്നുണ്ട്, ഫുഡ്. പൊതുവേ പശുക്കൾക്ക് ചപ്പാത്തി കൊടുക്കുന്നത് നല്ലതെന്ന് പറയും. നമ്മുടെ ഈ ജാതകവശാലുള്ള എന്തൊക്കെയൊക്കെയോ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ചപ്പാത്തി അതായത് ഗോതമ്പ് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് മാറും എന്നൊക്കെയാണ് ഒരു വിശ്വാസം കേട്ടോ. ഇത് ഒരു ലിഫ്റ്റിൻ്റെ നിർമ്മിക്കുന്നുണ്ട്, ലിഫ്റ്റ് നിർമ്മാണശാലയാണ്. ലിഫ്റ്റിൻ്റെ പാർട്സൊക്കെ ഉണ്ടാക്കുന്നത്. അതെ, പ്രത്യേകമായിട്ടൊരു വളല കിട്ടി. എൻ്റെ വണ്ടിയുടെ വീല് ചേഞ്ച് ചെയ്തൂടെ. ഞാൻ രാഹുൽ അവണി ഞങ്ങളിവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു 3-4 ഹമ്മുണ്ടായിരുന്നു. അത് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടി ബാക്ക് കൊണ്ട് ഭയങ്കര തെന്നി ഒഴിഞ്ഞു പോയി. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി അവിടെ ഒതുക്കി നിന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് ഇവിടെ നിന്നൊരു ആൾ വന്നിട്ട് ചോദിച്ചു, മലയാളിയാണോ എന്ന് ചോദിച്ചു. മലയാളി. അപ്പോൾ KL കണ്ടിട്ട് വന്ന വണ്ടിയതാണ്. പുള്ളിക്കാരൻ കോട്ടയമാണ്. അദ്ദേഹം 38 വർഷമായിട്ട് ഗുജറാത്തിൽ തന്നെയാണ്. പുള്ളി ഇവിടെ ഒരു ഗ്യാരേജ് ഉണ്ട് പുള്ളിക്ക്. അതായത് ഇവിടെയാണ് ലിഫ്റ്റിൻ്റെ ഒക്കെ പാർട്സൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെയാണ്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ പ്ലേറ്റ് പോയി, അത് വലിയ ഹോളായി. അപ്പോൾ അത് കാരണമാണ് വണ്ടി തെന്നിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത് ഒരിച്ച് ഇവിടെ മാറ്റാൻ പുതിയ പ്ലേറ്റ് കൊണ്ടുവന്നു, പുതിയ വാങ്ങിച്ചു. ഞങ്ങളത് ഇട്ടു. പഴയതൊന്നും എനിക്ക് ഉപയോഗമില്ല. സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇടണം, വണ്ടി പോകും. അപ്പോൾ അതാണ് സംഭവം. ഇപ്പം ഈ തണുപ്പായതുകൊണ്ട് ഇവിടെ എല്ലാം അകത്തായിരിക്കും.
ഇവിടെ ഒരു INS വിക്രാന്തിൻ്റെ ഒരു ഡീകമ്മീഷൻ ചെയ്യപ്പെട്ട ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഡീകമ്മീഷൻ ചെയ്യപ്പെട്ട ഇതില്ലേ, അതെല്ലാം നിലവിൽ ഗുജറാത്തിൽ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു മ്യൂസിയം മാറ്റി അതിൻ്റെ ചില ഭാഗങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഒക്കെ അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം വന്നപ്പോഴേ ഇവിടെ നമ്മൾ ടീങ്ങിലെ കണ്ടിട്ടില്ലേ, ഗുജറാത്തിലെ അപ്പൂപ്പന്മാരുടെ ഡ്രസ്സൊക്കെ, അങ്ങനെ ഒരാളെ കണ്ടു കേട്ടോ. കുറേ ചെമ്മരിയാട്ടിനൊക്കെ മേക്കുന്ന ഒരാൾ. പുള്ളിക്കാരൻ എന്നോട് ഗുജറാത്ത് ഭാഷയിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു മലയാളം അറിയാമോ, എന്നോട് പലക്കും സംഭവം വേണമെന്നല്ല കേട്ടോ. നമ്മുടെ ഗുജറാത്തി അപ്പൂപ്പൻ വീട് എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പൂപ്പൻ്റെ കാശ് കൊടുക്കാൻ പറഞ്ഞു. അതും 1-2 കേട്ടോ, നല്ല തുക പറഞ്ഞു. ആ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് കാശ് കൊടുക്കണം. അതായത് ചെമ്മരിയാടിൻ്റെ പടം എടുക്കാൻ പാടില്ല, വേണമെങ്കിൽ എൻ്റെ പടമൊക്കെ എടുത്തോ, പക്ഷേ കാശാണ്, പൈസ എന്ന് പറഞ്ഞിട്ട് പുറകെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പുള്ളി വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നൊന്നും മാറാൻ കൂട്ടാക്കിയില്ല. പിന്നെ രാഹുലും ആവണിയൊക്കെ വന്ന് ഇടപെട്ട് അവിടെ വഴി കൂടെ പോയി ഒരു ചേട്ടൻ വരെ വണ്ടി നിർത്തി സംസാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഊരിപ്പോന്ന് വന്നത്. ഇതൊരു അതിമനോഹരമായൊരു പാലമാണ്, കണ്ടായിരുന്നോ? എന്ത് നീളം നോക്കി, 2 സൈഡിലും കടൽ പോലെ ഇങ്ങനെ കിടക്കുക. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് ഈവനിങ്ങോടുകൂടി ഞങ്ങൾ ജയ്പൂർ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അടുത്തായിട്ട് മങ്കി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ ഒരാഗ്രഹമുണ്ട്. ഞാൻ വിചാരിച്ചൊന്ന് പോയി കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ആവണി അറിഞ്ഞ് വരുന്നില്ല, ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിക്കാരി റെസ്റ്റ് എടുക്കാൻ പോയി. അപ്പോൾ ഞാനും രാഹുലും കൂടെയാണ് മങ്കി ടെമ്പിൾ കാണാനായിട്ട് ഇറങ്ങിയ കേട്ടോ. അപ്പം നേരിട്ടും വീണു. പിന്നെ അതും ഒരു രസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറി. അപ്പം മുകളിലാണ് കേട്ടോ, ഇവിടുന്ന് താഴെ നിന്നില്ല. ഇവിടുന്നിപ്പം കാനന പാതയാണ്. നമ്മൾ ഈ കാട് ആനയ്ക്ക് ഇറങ്ങുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത്. അവർ ആദ്യം ഇടാൻ കൂട്ടാക്കിയില്ല, വേഗം പോയി കണ്ടിട്ട് തിരിച്ചിറങ്ങി വരണമെന്ന് പറഞ്ഞിട്ട് ഞാനും രാഹുലും കൂടെ അങ്ങനെ ബുള്ളറ്റിലിങ്ങനെ പോവാണ്. റോഡൊക്കെ വളരെ മോശമാണ്, എന്നിരുന്നാലും മാക്സിമം ഒന്ന് പോയി നോക്കാം എന്നുള്ള ഇതിൽ വരികയാണെന്നേ ഉള്ളൂ. എന്താണ് മങ്കി ടെമ്പിൾ എന്നുള്ളത് പറഞ്ഞു. ഇവിടെ നേരെ നിൽക്കാനുള്ള പെർമിഷൻ ഇവിടെ ഇല്ല. അവിടുന്നുള്ള വ്യൂ കാണിച്ചു തരാം. അതാണ് വ്യൂ. ഓക്കെ, ജയ്പൂർ സിറ്റിയാണ് ഈ കാണുന്നത്. അപ്പോൾ പറയാൻ പറ്റില്ല, ഒരു വല്ലാത്തൊരു ഫീലാണ് ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ. ശരിക്കും ഞാൻ കരഞ്ഞു കേട്ടോ.
ഹനുമാൻ ക്ഷേത്രമാണ്. പുരാതനമായ ക്ഷേത്രമാണത്. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഭജന നടക്കുന്നിടത്ത് കുറച്ച് നേരം ഇരിക്കാനുള്ളൊരു അനുഗ്രഹം കിട്ടി. അതുപോലെ തന്നെ അവിടെ നിന്ന് ജീവിച്ചെന്ന ഒരു നൂല് ഞാൻ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഹനുമാൻ ക്ഷേത്രമാണ്. പുറത്തോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം വീഡിയോ അലൗഡ് അല്ലാത്ത ഞാൻ എടുത്തില്ല. കാരണം ഈ സൈഡിൽ ഈ അമ്പലത്തിൻ്റെ ഇതൊരു വലിയൊരു ആഞ്ജനേയ ക്ഷേത്രമാണ് കേട്ടോ. ആഞ്ജനേയ സ്വാമി, ഹനുമാൻ സ്വാമി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ശരിക്കും അമ്പലം അടച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ സൈഡിലായിട്ട് ഇതിൻ്റെ അമ്പലത്തിൻ്റെ വലത് ഭാഗത്തായിട്ട് ഭജന ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ഒരു അരമണിക്കൂറോളം അവരുടെ കൂടെ ഇരുന്ന് ഭജനയിലൊക്കെ പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് വരുന്നവരാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് അവർ ബിഹേവ് ചെയ്തത്. ഒരുപാട് സന്തോഷം തോന്നി. കുറച്ച് നേരം കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഈ മനോഹരമായൊരു വീഡിയോ ദൃശ്യം കണ്ടപ്പോൾ അത് പകർത്താനായിട്ട് സൈഡിൽ കൂടെ അവർ പറഞ്ഞു, അമ്പലത്തിൻ്റെ സെൻറ്ററിൽ പോകരുത്, സൈഡിൽ നിന്ന് വേണമെങ്കിൽ വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞു. വലിയ ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ആഞ്ജനേയ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ജയ്പൂർ സിറ്റിയുടെ അതിമനോഹരമായ രാത്രി കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഭജനയ്ക്ക് അവരുടെ കൂടെ ഇരുന്നപ്പോൾ അവർ ഒരു നൂലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവർ പാട്ട് പാടി അതിൻ്റെ കൂടെ നൂലൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഓരോ നൂല് വീതം തന്നു. അതിൻ്റെ ഒന്ന് ഞാനും വാങ്ങിച്ച് കെട്ടി. ഒരു രസമല്ലേ ഇതൊക്കെ, ഭക്തി വേറെയാണ്, എനിക്കറിയാം. പിന്നെ ഞാൻ ഈ ഒരു രസത്തിലങ്ങ് പറഞ്ഞു. ഒരുപാട് നേരം നിൽക്കാനുള്ള ഒരു സമയമൊന്നും അവർ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം കണ്ട് ഒന്ന് തൊഴുതിറങ്ങി. ഇരുട്ട് ആയതുകൊണ്ട് തന്നെയും വാഹനം ഓടിക്കുവാനും കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു രാവിലെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് അവിടെ കുറച്ച് ചേച്ചിമാരിൽ പൂവും അതൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു ഇതൊരു കാനന പാതയാണ്. അപ്പോൾ കുറേ ദൂരം വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വെട്ടം കിട്ടുന്ന പോസ്റ്റിൻ്റെ പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ വീഡിയോ ഓൺ ചെയ്തതേ ഉള്ളൂ. അങ്ങോട്ടൊക്കെ ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. വണ്ടിയുടെ ബുള്ളറ്റിൻ്റെ ഹെഡ്ലൈറ്റിന് പോലും ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഇരുട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു ചുരം പോലെ ഈ ഒരു ഹിൽ സ്റ്റേഷനിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ഇവിടെയായിട്ട് ശ്രീരാമ ക്ഷേത്രമുണ്ട്. ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും ഒക്കെ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് താഴെയായിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിന് മുകളിലായിട്ടാണ് ആഞ്ജനേയ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വങ്കി ടെമ്പിൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഈ കാണുന്ന ഗേറ്റിൻ്റെ പേരാണ് ഗൾട്ട ഗേറ്റ് എന്ന് പറയുന്നത്. ഗൾട്ട ഗേറ്റ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് സൂര്യമന്ദിരമുണ്ട്. സൂര്യക്ഷേത്രം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജയ്പൂരിലാണ് കേട്ടോ. ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത്.